വിവോയുടെ വിവോ Y01 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y01 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ Y01ൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാത്തതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത സാധാരണ മിക്ക ഫോണുകളിലും കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ ഇത് മോശമല്ല. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഉള്ള ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതിവിടെ വരുന്നില്ല. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.28 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എലഗൻ ബ്ലാക്കും അതുപോലെ തന്നെ സഫയർ ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്, എന്നാലും 9000 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ വിവോ Y01 എന്ന ഫോൺ ഒരു ഓഫ്ലൈൻ ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ടെങ്കിലും റാം അധികം കൊടുത്തിട്ടില്ല. 2 GB റാമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഓൺലൈൻ മാർക്കറ്റിൽ വരുന്ന ഫോണുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മിക്ക ഫോണുകളിലും 3 GB റാമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 32 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 3.5 മോഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 11 Go എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ f2.0 പേഴ്സിൽ വരുന്ന സെൻസറാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാത്തത് അത്ര വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y01 എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ട് വരുന്ന ഫോണുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വിവോ Y01 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.